ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു മാതൾ നാരങ്ങ കറി ഉണ്ടാക്കാൻ പോവാണ്. മാതൾ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പൂജയ്ക്ക് എടുക്കുന്ന നാരങ്ങയാണ്. നല്ല യെല്ലോ കളറിൽ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, പിന്നെ പുളി വേണം കേട്ടോ. പുളിയാണ് ഇതിന്. മാതൾ നാരങ്ങ കറിയാണല്ലോ. അപ്പോൾ പിന്നെ ഇതാണ് വേണ്ടത്, പുളിയാണ് വേണ്ടത്. പിന്നെ സുർക്കയൊന്നുമല്ല വേണ്ടത് കേട്ടോ. പിന്നെ ഉലുവ പൊടിച്ചത് വേണം. ഉലുവ വറുത്ത് ഞാൻ ചൂടാറാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടിച്ച് കൊണ്ടുവന്നത് കറിയായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ, കറിയുടെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കണം. എന്നാലും നല്ല ടേസ്റ്റ്, ഉലുവയുടെ മണമൊക്കെ ആയിട്ട്. എന്നിട്ട് അത് അരിഞ്ഞ് വെച്ച നാരങ്ങ നമുക്ക് ഒന്ന് കുറച്ച് വഴറ്റണം. അതിനൊരു ചീനച്ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാകുമ്പോൾ അരിഞ്ഞ് വെച്ച നാരങ്ങ അതിനകത്തേക്ക് ഇടണം. ഇത് മാതൾ നാരങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും, പൂജക്കെടുക്കുന്ന നാരങ്ങയില്ലേ, അതാണ്. അപ്പോൾ കുരു ഉണ്ടാകാൻ പാടില്ല. ഞാൻ അരിഞ്ഞപ്പോൾ ഓരോ കുരു അതിനകത്ത് പെട്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു. ഇല്ലെങ്കിൽ ആ കുരു ആയിക്കഴിഞ്ഞാൽ കുരു ഉണ്ടല്ലോ, കയ്പ്പ് രസം വരും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ലോണം ഇളക്കി കുറച്ച് എന്താണെന്ന് വെച്ചാൽ അത്രയും കുഴഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റണ്ട. കുറച്ച് നന്നായിട്ട് കുരു ഉണ്ടായിരുന്നു അതിനകത്ത് ഓരോന്ന്. അപ്പം ഞാൻ ആ കുരു എടുത്ത് കളഞ്ഞു. എന്നിട്ട് വഴറ്റി കുറേ നേരം ഇങ്ങനെ ഇളക്കി മാറ്റുവാണേ. കുറേ നേരം ഇളക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കല്യാണത്തിനൊക്കെ നമ്മളെ നാട്ടിൽ പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ കല്യാണത്തിനൊക്കെ ഇതാണ് നാരങ്ങ കറിയായിട്ട്. കറി എന്ന് വെച്ചാൽ നാരങ്ങ ഇന്നത്തെ പോലെ അച്ചാറൊന്നുമല്ല. അന്നെന്ന് വെച്ചാൽ നാരങ്ങ എവിടെയാണോ നാരങ്ങ ഉണ്ടാവുന്ന വീടുകളിൽ എന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ടാണ് പിന്നെ നാരങ്ങ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കല്യാണം തീർച്ചപ്പെടുത്തിയാൽ, നിശ്ചയിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ അന്വേഷിക്കും, പിന്നെ നാരങ്ങ തരാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആണ്. അന്നത്തെ കാലം പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങുന്നില്ല. എല്ലാവരും പരസ്പരം നാരങ്ങയൊക്കെ വാങ്ങി കറി വെച്ച് സദ്യക്ക് നാരങ്ങ കറി ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അത് ഇളക്കി നല്ലോണം കുറച്ച് വഴന്ന് വന്നപ്പോൾ അത് മാറ്റി വെച്ച് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ പിന്നെ കുറച്ച് നല്ലോണം ചൂടാവണം. ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇട്ട് കുറച്ച് വഴന്ന് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കുറച്ച് നല്ലോണം ഇളക്കി ആയി മൂത്ത് വരുമ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടണം. ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ മൂക്കണേ. കറിവേപ്പില ഇട്ടു. പിന്നെ അത് കുറച്ച് ഇങ്ങനെ വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് ഇത് നല്ലൊരു അച്ചാറാണ്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഉണ്ടാക്കി പുളിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളിയിലാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചട്ടിക്കകത്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ ചട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനോർത്ത് നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ ചീനച്ചട്ടിയിലങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ഉണ്ടല്ലോ, ഞാൻ മുളക് വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുളക് പൊടിയാണ്, പാക്കറ്റൊന്നുമല്ല. ആ മുളക് പൊടി ഇത്രയും ഇട്ട് പാകത്തിന് ആവശ്യത്തിനായിട്ട് ഇടണം. എന്നിട്ട് നല്ലോണം കുറച്ചും കൂടി ഞാനിട്ട് അത് കഴിഞ്ഞ് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചട്ടിയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടിയിൽ നിന്ന് പുളിയാകുമ്പോൾ ചൂടാറി കഴിഞ്ഞാൽ മാറ്റണം. പിന്നെ പുളി ആയതുകൊണ്ട് കാരണം ഫംഗസ് വരും 2 ദിവസം പുറത്തിരുന്നാൽ. പിന്നെ ആവശ്യത്തിന് എടുക്കാൻ രീതിയിൽ കുപ്പിയിലാക്കി വെക്കണം ഫ്രിഡ്ജിൽ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തണുപ്പ് മാറിയിട്ട്
കൂട്ടി കഴിച്ചാൽ മതി. പിന്നെ പുളിവെള്ളം നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി പിന്നെ കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം തിളക്കണം. ഈ തിളച്ച് വരുമ്പോൾ ആണ് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ ആയില്ല. അപ്പം നാരങ്ങ വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നാലും ഞാൻ ഈ ഉപ്പ് തികയത്തില്ല കേട്ടോ. പിന്നെയും നമുക്ക് ആ പുളി വരുമ്പോൾ അത്രയും ആവില്ല, പോരായിരിക്കും. എന്നിട്ട് പിന്നെയും ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴാണ് നാരങ്ങ ഇടേണ്ടത്. നന്നായിട്ട് തിളക്കണം. നല്ലോണം തിളച്ച് അങ്ങനെ ചെയ്യുക. അപ്പോൾ കല്യാണം കഴിഞ്ഞ വീട്ടിലെല്ലാം നമ്മളെല്ലാം പണ്ടൊക്കെ തിളച്ച് നാരങ്ങ ഇടുക. നാരങ്ങ ഇട്ട് തിളച്ച് ആകുമ്പോൾ മൊത്തം നാരങ്ങ ഇട്ടു. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഇത് തണുത്ത് കഴിയുമ്പം വെല്ലം ഇടണം. കുറച്ച് ഒരു കഷ്ണം വെല്ലം ഇടണം. ഇല്ലേ, ആ വെല്ലം ഇടണം. വെല്ലം ഇട്ടില്ലെങ്കിലുണ്ടല്ലോ അതിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെല്ലം ഇട്ട് പിന്നെ അതിനകത്ത് ഉലുവാപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഉലുവാപ്പൊടി വെല്ലം ഇടുവാണേ. ഇത് തികയത്തില്ലായിരിക്കും. ഞാൻ ഒരു കഷ്ണം കൂടി ഇടുന്നുണ്ട് അതിനകത്ത്. ഇത് 2 കഷ്ണം ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഞാൻ ഒരു കഷ്ണമേ കാണിച്ചുള്ളൂ നിങ്ങളെ. പിന്നെ ഇനി അതിനകത്ത് ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത്രയും കുറച്ച് മതിയേ. ഈ ഉലുവാപ്പൊടി ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു മണമാണ് ഈ നാരങ്ങാക്കറിക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്ന് തിളച്ച് ആയി കഴിയുമ്പോൾ പിന്നെ ഇതിനകത്തേക്ക് വറ്റൽമുളക്, കടുക്, കറിവേപ്പില എല്ലാം കൂടി താളിച്ചൊഴിക്കണം. ഇതാണ് നാരങ്ങാക്കറി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.